പോകാൻ പറ്റില്ല. ഞങ്ങള് മീറ്റ് ചെയ്തതിന് വളരെ സന്തോഷം. നമുക്ക് പോവാം. ചേട്ടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു അല്പം കഴിച്ചിട്ട് പോവാന്നേ. നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ, കുറച്ച് കഴിച്ചിട്ട് പോവാം. നിങ്ങൾ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. പെട്ടെന്ന് ഈ വോൾ എവിടുന്നാ വന്നത്? വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. തിരിച്ചു പൊയ്ക്കോ. ഈ സ്ഥലത്ത് അനുവാദമില്ലാതെ ആർക്കും പറക്കാൻ പറ്റില്ല. എന്നാ ശരി, ഞങ്ങൾ പറന്നു പോവില്ല. തരയിൽ കൂടി നടന്നു പോവാലോ. വരൂ. എനിക്കെന്തോ ആരും നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ ഇതെന്താ? നടന്നു വരുന്നുണ്ടല്ലോ. ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരും ഇവിടുന്ന് തിരിച്ചു പോവില്ല. ഞങ്ങൾക്ക് മെജിഷ്യൻ ഹാളിലേക്ക് പോകണം. പോയേ പറ്റൂ. ഞങ്ങൾ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. രുദ്ര, ഇപ്പൊ നീ രക്ഷപ്പെട്ടൊന്ന് കാണിക്കേ. ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. മര്യാദക്ക് ഇവിടുന്ന് തിരിച്ചു പോയിക്കോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തു തീർക്കാതെ പിന്മാറില്ല. ഞാൻ വിചാരിച്ചത് സാധിക്കാതെ ഇവിടുന്ന് പോവില്ല. ഈ താങ്ക് യു. വേഗം വരൂ. നമുക്ക് എത്രയും പെട്ടെന്ന് മെജിഷ്യൻ ഹാളിലേക്ക് പോണം. അത് കണ്ടില്ലേ, അവിടെ എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ആ റെക്കോർഡ്സില് 15 വർഷത്തിന് മുൻപുള്ള ആനുവൽ മജിഷ്യൻ മീറ്റിംഗിന്റെ റെക്കോർഡ് എടുക്കണം. രുദ്ര, ഇവിടെ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. നമുക്ക് അത് മാത്രം എങ്ങനെ കണ്ടെത്താൻ കഴിയും? വരുൺ, നമ്മൾ ഒറ്റക്കെട്ടായിരുന്നാൽ നമുക്ക് എല്ലാം സാധിക്കാൻ കഴിയും. മുത്തശ്ശൻ പറഞ്ഞ കാര്യം മാത്രം ഓർത്താൽ മതി. ഫോക്കസ് ആൻഡ് ബിലീവ്. മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കില്ലല്ലേ? വരരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എത്തിയല്ലേ? നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെയുള്ള ഒരു സാധനം പോലും നിങ്ങൾക്ക് തൊടാനേ ആവില്ല. സർ സാംബി,
രുദ്രയും അവന്റെ കൂട്ടരും മജീഷ്യൻ ഹാൾ വരെ എത്തിക്കഴിഞ്ഞു. രുദ്രയും ഹീറോയും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ഞാൻ അവനോട് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞതല്ലേ? വാൺ ചെയ്തിട്ടും അവൻ അങ്ങോട്ട് പോയോ? അവൻ ജയ്സിംഗിന്റെ ഗ്രാൻഡ് സൺ അല്ലേ? ഞാനിപ്പോ മജീഷ്യൻ ഹാളിലേക്ക് പോയേ പറ്റൂ. പക്ഷെ അതിനു മുൻപ് വേറൊരു ജോലിയും അവിടെ ചെയ്യാനുണ്ട്. നോക്കട്ടെ. ചെന്ന് ജയ്സിംഗിനെ വാൺ ചെയ്യേ. സാംബി, നീയോ? ജയ്സിംഗ്, നിന്റെ രുദ്ര ഞാൻ പറഞ്ഞതുപോലും കേൾക്കാതെ മജീഷ്യൻസ് ഹാളിലേക്ക് പോയിരിക്കുക. എന്ത്? രുദ്ര മജീഷ്യൻ ഹാളിലേക്ക് പോയെന്നോ? നിങ്ങൾ പോയി രജിസ്റ്റർ അന്വേഷിക്ക്. ഞാൻ ഇവനെ നോക്കിക്കോളാം. കെട്ടിപ്പോയി രുദ്ര. ആ പാർട്ടിയുടെ രജിസ്റ്റർ കെട്ടി കഴിഞ്ഞു. രുദ്ര, ഇവിടെ എന്താണ് ചെയ്യുന്നത്? വേഗം പുറത്തേക്ക് വാ. മുത്തശ്ശ, അന്ന് തീർച്ചയായിട്ടും ആരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഇത് ആ ദിവസത്തെ റെക്കോർഡ്സ് ആണ്. ഞാൻ സത്യം കണ്ടെത്തുകയാണ്. പ്ലീസ് 2 മിനിറ്റ് സമയം തരൂ. ഞാൻ എങ്ങനെയാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് പിന്നെ എനിക്ക് ശരിക്കും ഓർമ്മ പോലുമില്ല. സാംബി, നീ അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്. നീ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പറയേണ്ട ഒരു ആവശ്യവുമില്ല. നീ തന്നെ നോക്ക് നീ എന്താ ചെയ്തതെന്ന്. ഈ റെക്കോർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇസാങ്കി സർ എന്തു പറഞ്ഞോ അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇതുവരെ മുത്തശ്ശൻ ആരെയും ഇങ്ങനെയൊക്കെ അപമാനിച്ചിട്ടില്ല. എന്താ പ്രശ്നമുണ്ടല്ലോ? നമുക്കിതൊന്ന് റീചെക്ക് ചെയ്ത് നോക്കിയാലോ? മിത്രങ്ങൾ രണ്ടുപേരും ശത്രുക്കളാകട്ടെ, എല്ലാം തലകീഴാകട്ടെ. അങ്ങനെ തന്നെ മാറട്ടെ. ചാക്കാൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് സാധാരണ ഗ്രേപ്പ് അല്ല. ഇത് കഴിച്ച അടുത്ത നിമിഷം മുതൽ തന്നെ ജയ്സിംഗിനും ഇസംഗയ്ക്കും ഇടയിൽ വലിയ പ്രശ്നമുണ്ടാവും. അവർ തമ്മിൽ പിരിഞ്ഞു പോവും. ഇപ്പോൾ ജയ്സിംഗിന് ഇസാങ്ങിനെ കാണുമ്പോൾ എന്റെ മുഖമായിരിക്കും കാണുന്നത്. അവൻ എന്നെ ഓർത്ത് എന്തൊക്കെയോ വിളിച്ചെന്ന് പറയും. പിന്നീടുള്ള കാര്യങ്ങളൊന്നും ജയ്സിംഗിന് ഓർക്കാനേ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് 1-2 ഗ്രേപ്സ് അവൻ എടുത്ത് കഴിച്ചാൽ മാത്രം മതി. ബാക്കി എന്റെ മന്ത്രങ്ങൾ ചെയ്തോളും. ഞാനാണ് മായാജാലം, ഞാനാണ് മാജിക്. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷകാൽ. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയൂ. ജയ്സിംഗ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അപ്പോഴേ ആലോചിക്കേണ്ടതായിരുന്നു. നിന്നെ മാത്രമല്ല, നിനക്ക് ആരെയും അപമാനിക്കാനാവില്ല. അതിലെന്തോ പ്രശ്നമുണ്ട്. നീയും എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ. ഞാൻ ഒരിക്കൽ പോലും ആ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രുദ്രയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു. നമ്മൾ എപ്പോഴും പോലെ ഫ്രണ്ട്സ് ആയിരുന്നേനെ. താങ്ക് യു രുദ്ര. താങ്ക് യു വെരി മച്ച്. അങ്ങനെ അവസാനം രണ്ടുപേരും ഒന്നായില്ലേ? നമുക്കൊരു പാർട്ടി ഓർഗനൈസ് ചെയ്താലോ? എന്താണെന്നറിയോ, ഞാനിവിടെ വന്ന മുതൽ ആഹാരം വളരെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ജോലി ചെയ്തു.